ഹലോ എവരിവൺ, വെൽക്കം ടു ഡിലൈറ്റ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പ്രധാന ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ഏതൊക്കെയാണെന്നാണ്. നമ്മളോട് സാധാരണഗതിയിൽ ഇതൊരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഏരിയയാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ഏരിയാസ് ഹയർ എഡ്യൂക്കേഷനിൽ നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു കമ്മീഷനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആണ്. പ്രീ ഇൻഡിപെൻഡൻസിലെ കമ്മീഷൻസിനെ പറ്റി നമ്മൾ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാകുക. എല്ലാ ടോപ്പിക്കിലും ഓരോന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകളാണ് ഇവിടെ കൂടുതൽ ഞാൻ എംഫസൈസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോകണം. ആദ്യം ഇൻഡിപെൻഡൻസിന് ശേഷം റിഫോംസിലേക്ക് വരുമ്പോൾ, ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ആസ് ദി ഫൗണ്ടേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. ടു ബിൽഡ് എ മോഡേൺ ഡെമോക്രാറ്റിക് ആൻഡ് സെൽഫ് റിലയൻറ്റ് നേഷൻ, സെവറൽ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് പോളിസീസ് വെർ അഡോപ്റ്റഡ്. ആദ്യം ഓർക്കേണ്ടത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള എഡ്യൂക്കേഷൻ റിഫോംസ് എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കുക. നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ കുറേ നാട്ടുരാജ്യങ്ങൾ ചേർന്നതാണ് നമ്മളുടെ രാജ്യം. ആ നാട്ടുരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും അൾട്ടിമേറ്റ്ലി ഇന്ത്യയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യവും പിന്നീട് ബ്രിട്ടീഷ് നേരിട്ടും ഭരിക്കാൻ തുടങ്ങുന്നു. 1757 തൊട്ട് 1857 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും 1857 തൊട്ട് 1947 ഇൻഡിപെൻഡൻസ് വരെ നമ്മളെ റൂൾ ചെയ്തത് ആരായിരുന്നു? ബ്രിട്ടീഷ് നേരിട്ടുമാണ്. ഇതിനിടയിൽ പലതവണയും എഡ്യൂക്കേഷന് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുന്നതും എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ചെറിയ ചെറിയ റിഫോംസും ഒക്കെ നമ്മൾ കണ്ടു. അതെല്ലാം ടാർഗറ്റ് ചെയ്തിരുന്നത് അവർക്ക് വേണ്ട എംപ്ലോയീസിനെ കിട്ടുക എന്നുള്ളതാണ്. ഇത് ബ്രിട്ടീഷിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ ഇൻ കളർ ആൻഡ് ബ്രിട്ടീഷ് ഇൻ ബ്ലഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നേടിയെടുക്കുക എന്നുള്ള രീതിയിലാണ്. അതേ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു ഇനിഷ്യൽ സ്റ്റേജുകളിൽ നമ്മൾ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. അതിൽ മൊക്കാളിയുടെ റിഫോംസും അതേപോലെ ആദ്യമായിട്ട് ചാർട്ടർ ആക്ട് പ്രകാരം 1 lakh rupees മാറ്റിവെക്കുന്നതും അങ്ങനെ കുറച്ച് കൺസെപ്റ്റുകളാണ്, കുറച്ച് കാര്യങ്ങളാണ് എഡ്യൂക്കേഷനിൽ ഓർക്കേണ്ടത്. ദെൻ കഴ്സൺ വന്നതിന് ശേഷമുള്ള മാറ്റം എന്താണ്? ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട വർഷം ഏതാണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, 3 യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1856 ഓർക്കണം. കൽക്കട്ട യൂണിവേഴ്സിറ്റി, ദെൻ ബോംബെ ആൻഡ് മദ്രാസ് യൂണിവേഴ്സിറ്റി. ഇതാണ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നിന്നും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പിന്നീട് ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോൾ, ഇൻഡിപെൻഡൻസ് കിട്ടുന്നു 1947 ഓർക്കുന്നുണ്ടല്ലോ, ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവോൾവ് ചെയ്തത്, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ 1947 നമ്മൾ മനസ്സിലാക്കി ഇത്തരത്തിൽ നമ്മളെ ഭരിക്കാൻ വേണ്ടി വന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വന്ന കുറേ ആളുകൾ നമ്മളെ ഭരിച്ചു. എഡ്യൂക്കേഷൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റവും വളരെ വീക്കായിരുന്നു. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ നേഷൻ്റെ ഇൻ്റഗ്രേഷൻ എഡ്യൂക്കേറ്റഡ് യൂത്തിലാണെന്നുള്ള റിയലൈസേഷനാണ് 1947 ശേഷം ഉണ്ടായത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈസ് എവിഡൻറ്റ് വെൻ ഇറ്റ് കംസ് ടു അവർ പോളിസീസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ അതുവഴി എങ്ങനെ മോഡേണൈസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡെമോക്രാറ്റിക് നേഷൻ ക്രിയേറ്റ് ചെയ്യണം, അതിനു വേണ്ടി ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിൽ ഇന്ത്യയിൽ പല എഡ്യൂക്കേഷൻ കമ്മീഷൻസ് വരികയും ചെയ്തു. നമുക്കിവിടെ വേണ്ടതും ഇത്തരം എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ പറ്റിയാണ്. ആദ്യം 1947 ശേഷം വന്ന 1948 ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും പറയും. അദ്ദേഹമാണ് ഈ ഒരു കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നത്. ഓക്കെ, സോ ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണനാണ് ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ എന്ന് ഓർക്കുക. ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തെഴുതണം? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ആദ്യം വന്ന എഡ്യൂക്കേഷൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ദെൻ പിന്നെ ചോദിച്ചിട്ടുള്ള ഈ ഒരു കമ്മീഷൻ്റെ ഇയർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് വാസ് ഇൻ 1948-49 ടൈം പീരീഡ്.
പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഒബ്ജക്റ്റീവ്? ടു റിപ്പോർട്ട് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് സജസ്റ്റ് റിഫോംസ്. അപ്പോൾ ഏതാണ് ഈ ഒരു കമ്മീഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന എഡ്യൂക്കേഷൻ ലെവൽ എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. ഈ ഒരു കമ്മീഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റിയാണ്. നമ്മളുടെ യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ആ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വേണ്ട റിഫോംസ് കൊണ്ടുവരാനാണ് ഈ ഒരു ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ കീഴിലുള്ള ഈ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ എന്തൊക്കെ ഓർക്കുക? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇയർ 1948-49 ആണ്. ആൻഡ് അതിൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. എയിം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ റിഫോം ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? ഈ ഓരോ റെക്കമെൻഡേഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെക്കമെൻഡേഷൻസിൽ ഒന്നാമതായിട്ട് എഡ്യൂക്കേഷൻ്റെ എയിം ഡിഫൈൻ ചെയ്തു. എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പാണ്. ഫസ്റ്റ് തിങ്, നമ്മൾ ഇപ്പോൾ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ ഇസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി മാൻ ഇൻസൈഡ് യു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് നമ്മളുടെ ഉള്ളിലുള്ള ആ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതുവഴി ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക. ബിക്കോസ് അവർ കൺട്രി, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മളുടെ രാജ്യത്തെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മളുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. സോവറിനാണ്, സോഷ്യലിസ്റ്റാണ്, സെക്യുലറാണ്, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലേ? നമ്മൾക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഗവൺമെൻറ്, നമ്മളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമ്മളെ ഭരിക്കുന്നു. അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഡെമോക്രാറ്റിക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റിസൺഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, ആ രീതിയിലുള്ള ഒരു ജനത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് ഡിഫൈൻ ചെയ്തു. സോ സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജ് ചെയ്യുന്ന രീതിയിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണോ നമ്മളുടെ നേഷനെ കാണുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെ നമ്മളുടെ ഭരണഘടന ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മളുടെ നേഷനെ വാർത്തെടുക്കുക, അതിന് ആപ്റ്റ് ആവുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ ഉണ്ടാവണം എന്നതാണ് എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ടാർഗറ്റ് ചെയ്തത്. ദെൻ യൂണിവേഴ്സിറ്റി ഷുഡ് പ്രൊമോട്ട് കൾച്ചർ, വാല്യൂസ്, എത്തിക്സ്, നോട്ട് ജസ്റ്റ് എംപ്ലോയ്മെൻറ്റ്. നോട്ട് എംപ്ലോയ്മെൻറ്റ് സെൻട്രിക് എന്നുള്ള ആ കൺസെപ്റ്റാണ് വേണ്ടത്. എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയുള്ള ജോലിക്ക് പകരം നമ്മളുടെ രാജ്യത്തിൻ്റെ കൾച്ചർ, വാല്യൂസ്, അതേപോലെ എത്തിക്സ്, ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആവശ്യമെന്ന് പറയുന്നു. മൂന്നാമതായിട്ട് UGC ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ കോർഡിനേഷൻ ആൻഡ് ഫണ്ടിങ്. ദിസ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് UGC ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? UGC ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. എന്താ പറഞ്ഞത്? UGC എന്നൊരു ബോഡി ക്രിയേറ്റ് ചെയ്യണം, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്നുള്ളൊരു ബോഡി ക്രിയേറ്റ് ചെയ്യണം. അവരായിരിക്കണം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ കോർഡിനേഷനും ഫണ്ടിങ് സപ്പോർട്ടും ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എംഫസിസ് ഓൺ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, റീജിയണൽ ലാംഗ്വേജസ് ഷുഡ് ബി ടു ബി ഗ്രാജുവലി യൂസ്ഡ് അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ. യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് വരുമ്പോഴും അവിടെയും ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ കുറയും. നമ്മളുടെ ലാംഗ്വേജ് ഫോളോ ചെയ്യുകയും യൂണിവേഴ്സിറ്റി ലെവലിൽ എത്തുമ്പോൾ പൂർണ്ണമായിട്ട് ഇംഗ്ലീഷാണ് ഉപയോഗിക്കുന്നത് എന്നൊരു സാഹചര്യം ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിലുണ്ടായിരുന്നു. അത് കൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ നമ്മളുടെ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഒന്നും തന്നെ മനസ്സിലാകാത്തൊരു സാഹചര്യം വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി റീജിയണൽ ലാംഗ്വേജും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്തു. സോ പ്രധാന റെക്കമെൻഡേഷൻസ് ഇവയെല്ലാമാണ്. ഒന്ന്, എയിം ഓഫ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ് പ്രൊമോട്ട് ചെയ്യേണ്ടത് കൾച്ചർ, വാല്യൂസ്, എത്തിക്സ് തുടങ്ങിയവയാണ്, നോട്ട് ജസ്റ്റ് എംപ്ലോയ്മെൻറ്റ്. ദെൻ UGC റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനിലും റിസർച്ച് കൊണ്ടുവരണമെന്നുള്ള റെക്കമെൻഡേഷനുണ്ട്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, റീജിയണൽ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യണം എന്നും റെക്കമെൻഡ് ചെയ്തു. ദെൻ ഇതിൻ്റെ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് UGC ഇൻ 1956. 1956 UGC ഒരു
സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് മാറുന്നത്. അതായത് ഒരു ആക്ട് പാസ്സാക്കി UGC എന്നുള്ള ആ ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 1956 അതുകൊണ്ട് അത്തരത്തിലൊരു ബോഡിയായിട്ട് UGC മാറ്റുന്ന റെക്കമെൻഡേഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കമ്മീഷൻ കൃത്യമായിട്ട് മനസ്സിൽ വയ്ക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നുള്ളത് 1948-49 ടൈം പീരീഡിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ കമ്മീഷനാണെന്ന് ഓർക്കുക. ഒബ്ജക്റ്റീവ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. ആൻഡ് റെക്കമെൻഡേഷൻസ് നമ്മൾ പറഞ്ഞു, ഹ്യൂമൻ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുകയും അതേപോലെ ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് പ്രൊമോട്ട് ചെയ്യുകയുമാണ് എഡ്യൂക്കേഷൻ്റെ എയിം എന്നുള്ളത് മനസ്സിലാക്കണം. കൾച്ചർ, വാല്യൂസ്, എത്തിക്സ് തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേഷൻ. ദെൻ UGC എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുള്ള മേജർ റെക്കമെൻഡേഷനും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. റിസർച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും റിസർച്ച് പ്രൊമോട്ട് ചെയ്യണം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ പാർഷ്യലി നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ മലയാളം റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളതും ഈ റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ്. അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ലെഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് UGC. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കമ്മീഷനിലേക്ക് പോകാം. രണ്ടാമത്തെ കമ്മീഷൻ വരുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53 ഈ ഒരു ടൈം പീരീഡിലാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വരുന്നത്. മുതലിയാർ കമ്മീഷൻ എന്നുകൂടി ഇതിന് മറ്റൊരു പേരുണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് ചെയർഡ് ബൈ ഡോക്ടർ A. ലക്ഷ്മണസ്വാമി മുതലിയാറാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഡോക്ടർ മുതലിയാർ കമ്മീഷൻ എന്നുകൂടി ഈ കമ്മീഷനെ വിളിക്കും. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഒബ്ജക്റ്റീവ് പറയുന്നത് ടു എക്സാമിൻ ദി പ്രോബ്ലംസ് ഓഫ് വിച്ച് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ. റിമെമ്പർ ദാറ്റ് ഇത് ഏത് ലെവലിലാണ്? സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ രാധാകൃഷ്ണൻ കമ്മീഷൻ ഏത് എഡ്യൂക്കേഷൻ ലെവലുമായി ബന്ധപ്പെട്ടാണ്? ടേഷ്യറി ഓർ യു ക്യാൻ സേ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ആൻഡ് സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ്. ഇമ്പാക്ട് ദി ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ 10+2 structure later recommended by കൊത്താരി കമ്മീഷൻ. കൊത്താരി കമ്മീഷൻ ആണ് 10+2 എന്നുള്ള ആ സ്ട്രക്ചർ റെക്കമെൻഡ് ചെയ്യുന്നത്. 10+2+3 എന്നുള്ള ആ സ്ട്രക്ചർ, അതായത് 10 മെട്രിക്കുലേഷൻ വരുന്നത് 10ാം ക്ലാസ് വരെ, അതിനുശേഷം +2, അതിനുശേഷം ഡിഗ്രി കോഴ്സുകൾ 3 ഇയർ ഡിഗ്രി കോഴ്സുകൾ എന്നുള്ള ആ റെക്കമെൻഡേഷൻ വന്നത് കൊത്താരി കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ്, ഇതിന് ശേഷം വരുന്ന കമ്മീഷൻ. എന്നാൽ ആ 10+2 എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തു വയ്ക്കുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെന്ന് ഓർത്തേക്കുക. സോ ഇവിടെ ഫോക്കസ് ചെയ്തിരുന്നത് റീഓർഗനൈസേഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കോഴ്സസ്. സെക്കൻഡറി എഡ്യൂക്കേഷനെ കൂടുതൽ ബെറ്റർ ആക്കുക, അതിനുവേണ്ടി കൂടുതൽ കോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യണം, അതുവഴി ഒരു റീഓർഗനൈസേഷൻ, ഒരു മൊത്തത്തിലൊരു മാറ്റം, അഴിച്ചുപണി ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു റെക്കമെൻഡേഷനാണ് മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഇനി മുതലിയാർ കമ്മീഷൻ്റെ മേജർ റെക്കമെൻഡേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇൻട്രഡ്യൂസ് ദി ഹയർ സെക്കൻഡറി സിസ്റ്റം. 3 years സെക്കൻഡറി എഡ്യൂക്കേഷനും അതിനുശേഷം 3 years ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും എന്നുള്ള ഒരു സിസ്റ്റം ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതിവിടെയാണ്. ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് കരിക്കുലം. അക്കാഡമിക്, ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ സ്ട്രീംസിലേക്ക് കരിക്കുലത്തെ ഡൈവേഴ്സിഫൈ ചെയ്തു. എംഫസിസ് ഓൺ മോറൽ ക്യാരക്ടർ ആൻഡ് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷൻ. സോ മോറൽ ബിൽഡിങ്ങിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ക്യാരക്ടർ ബിൽഡിംഗ് ആൻഡ് സിറ്റിസൺഷിപ്പ് കൺസെപ്റ്റുകൾക്ക് കൂടുതൽ റെലവൻസ് കൊടുത്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ വരുന്നത്. ദെൻ കരിക്കുലവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത് ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ സ്ട്രീംസ്, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇല്ലേ +2 അതൊക്കെ റെക്കമെൻഡ് ചെയ്യപ്പെട്ടത് ഇവിടെയാണ്. ദെൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സ്കൂൾസിൽ ഗൈഡൻസും കരിയർ ഗൈഡൻസ് പോലുള്ള സപ്പോർട്ട് സിസ്റ്റവും കൗൺസിലിംഗ് സിസ്റ്റവും ഒക്കെ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് മെയ്ഡ് ഇൻ്റഗ്രൽ ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുക മാത്രമല്ല, അതോടൊപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ കുട്ടികളെ ആ എഡ്യൂക്കേഷൻ സ്ട്രീമിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിക്കൂ എന്നതാണ് ഇവർ റെക്കമെൻഡ് ചെയ്തത്. സോ 3 years ഓഫ് സെക്കൻഡറി ആൻഡ് 3 years ഓഫ് ഹയർ സെക്കൻഡറി എന്നുള്ളൊരു കൺസെപ്റ്റാണ്, നമ്മൾ ആ പ്രീ ഡിഗ്രി എന്ന് പറയില്ലേ, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. നമ്മൾ പറയുന്ന +2 അല്ല, 3 years ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനും, അതായത് നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ 3 year, ദെൻ 3 years ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരുന്നതെന്ന് ഓർത്തേക്ക്. അപ്പോൾ രണ്ടാമത്തെ കമ്മീഷനിലെ ഒബ്ജക്റ്റീവ് എന്താണ്? സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക, സെക്കൻഡറി എഡ്യൂക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഇതാണ് ഫൗണ്ടേഷൻ. ആ 10+2 സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്നോർക്കണം. റെക്കമെൻഡേഷനിൽ അവർ ഹയർ
സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നൊരു ഹയർ സെക്കൻഡറി സിസ്റ്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നു. അത് 3 ഇയർ ആയിരുന്നു. 3 ഇയർ സെക്കൻഡറിയും 3 ഇയർ ഹയർ സെക്കൻഡറി എന്നുള്ള കൺസെപ്റ്റാണ് വന്നത്. ദെൻ ടെക്നിക്കൽ വൊക്കേഷണൽ സ്ട്രീംസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് ഓർക്കണം. മോറൽ, ക്യാരക്ടർ ആൻഡ് സിറ്റിസൺഷിപ്പ് എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നു. കരിയർ ഗൈഡൻസ്, അതേപോലെ കൗൺസിലിംഗ്, ഇതെല്ലാം സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്ന് റെക്കമെൻഡ് ചെയ്തു. മൂന്നാമത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനാണ് നമ്മളെ സംബന്ധിച്ച് NEP കഴിഞ്ഞാൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ റിഫോം ആയിട്ട് കൊത്താരി കമ്മീഷനെ ഓർക്കണം. കൊത്താരി കമ്മീഷൻ ഓർ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66 ആണിത്. അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഒബ്ജക്റ്റീവ് ടു അഡ്വൈസ് നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ 3 ലെവൽ ഓഫ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ കമ്മീഷനാണിത്. പഠനം നടത്തിയത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി എഡ്യൂക്കേഷൻ 3 ലെവലിലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ആദ്യത്തെ കമ്മീഷൻ എന്ന് ഓർക്കണം. ടു അഡ്വൈസ് ഓൺ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ജനറൽ പ്രിൻസിപ്പിൾസ് ഫോർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ഇന്ത്യയിലെ നാഷണൽ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം എഡ്യൂക്കേഷൻ്റെ ആ പ്രിൻസിപ്പിൾസ്, ഏത് രീതിയിൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്ത കമ്മീഷനാണെന്ന് ഓർക്കുക. ഇമ്പാക്റ്റ് became the basis for first national policy on education. 1968 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന NEPക്ക് മുമ്പ് ഇന്ത്യയിൽ ആദ്യമായി പാസ്സാക്കിയ എഡ്യൂക്കേഷൻ പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968. അത് എന്തുമായി ബന്ധപ്പെട്ട കൊത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു പോളിസി ഓൺ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഓർക്കണം, ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് റിഫോം ഓഫ് എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ടൈറ്റിൽ ഇതിനുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടൈറ്റിൽ വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ പോളിസി ഏതാണെന്ന്. എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടൈറ്റിൽ വരുന്നത് കൊത്താരി കമ്മീഷൻ്റെയാണ്, ഓർ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66. ഇതിൻ്റെ റെക്കമെൻഡേഷൻസിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വരുന്നത് 1968. ദെൻ ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് പോളിസി റിഫോം ഓഫ് എഡ്യൂക്കേഷൻ, എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതും ഓർത്തേക്കുക. റെക്കമെൻഡേഷൻസ്. കൊത്താരി കമ്മീഷനാണ് ഇന്ത്യയിൽ 10+2+3 സ്ട്രെച്ചർ ജനറൽ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 10 വർഷം വരെ സ്കൂൾ എഡ്യൂക്കേഷൻ, ദെൻ +2, അതിനുശേഷം 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം എന്നുള്ള ആ റെക്കമെൻഡേഷൻ വരുന്നത് കൊത്താരി കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ്. Then is stressed on common school system to ensure equal opportunity. അവിടെ പല രീതിയിലുള്ള സ്കൂളിംഗ് സിസ്റ്റം എടുത്തു മാറ്റണം. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്കൂളിംഗ് സിസ്റ്റം. ലൈക്ക് ഇപ്പോഴായാലും നമുക്ക് ആ ഡിവിഷൻ കാണാമല്ലോ. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, നാഷണൽ NCERT ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, CBSE ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ബോത്ത് ആർ സിമിലർ, റൈറ്റ്? ദെൻ അതേപോലെ ICSE, ICGSE ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസ് ഇല്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരേ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം വേണം എന്ന് റെക്കമെൻഡ് ചെയ്തിരുന്നു. മൂന്നാമതായിട്ട് പ്രപ്പോസ്ഡ് 6% ഓഫ് GDP ടു ബി ഇൻവെസ്റ്റഡ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മളുടെ രാജ്യത്തിൻ്റെ GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വയ്ക്കണമെന്ന് പ്രപ്പോസ് ചെയ്തിരുന്നത് കൊത്താരി കമ്മീഷനാണ്. മാറ്റി വയ്ക്കുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയും പറയുന്നത് ഇതാണ്, 6% GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെക്കണമെന്നാണ്. അപ്പോൾ റെക്കമെൻഡേഷൻ ആദ്യം വരുന്നത് എവിടെ നിന്നാണ്? കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെക്കണം. എന്താ GDP? ഒരു രാജ്യത്തിൻ്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, രാജ്യത്തിൻ്റെ മൊത്തം പ്രൊഡക്ഷൻ എന്ന് പറയാം, പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം, അതാണ് GDP. ആ GDPയുടെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവണം എന്നുള്ളത് ഇവരുടെ റെക്കമെൻഡേഷനാണ്. Then emphasized work experience, social service and moral education. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വർക്ക് എക്സ്പീരിയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോഷ്യൽ സർവീസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് NSS പോലുള്ള സ്കീമുകൾ വരണം. ദെൻ അതേപോലെ മോറൽ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ. NSS വരുന്നതെന്ന് 1969 അപ്പോൾ ഇതിന് ശേഷം ഏകദേശം 3 വർഷത്തിനിടയിലാണ് NSS വരുന്നത്. ആ വർഷത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. മഹാത്മാഗാന്ധിയുടെ 100ാം ജന്മദിനമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് NSS സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ
വർക്ക് എക്സ്പീരിയൻസ്, സോഷ്യൽ സർവീസ്, മോറൽ എഡ്യൂക്കേഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ കോൾഡ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ അപ് ടു 14 years. ഇതും പിന്നീട് നമ്മൾ എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുന്നത് 2002 2002 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം എന്ത് സംഭവിച്ചു? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി മാറ്റി. ഏത് ആർട്ടിക്കിൾ അത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. കണ്ടോ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് മാറ്റിയത് നമുക്കറിയാം. അത് എന്ന് റെക്കമെൻഡ് ചെയ്യപ്പെട്ടു എന്ന് ആലോചിച്ച് നോക്കി. 1964-66 കോത്താരി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു എന്ത് വേണം? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്താലേ ഇവർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കൂ എന്നുള്ളത് പറഞ്ഞു വെച്ചു. വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് ടു ബി സ്ട്രെങ്തൻഡ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. വൊക്കേഷണൽ ട്രെയിനിങ് സ്ട്രെങ്തൻ ചെയ്യണം, ടീച്ചേഴ്സിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തു. ദെൻ സെറ്റപ്പ് NCERT 1961 സെറ്റപ്പ് ചെയ്യുന്നു. ആക്ച്വലി NCERT കുറച്ചുകൂടി മോഡേണൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. ടു ഗൈഡ് സ്കൂൾ കരിക്കുലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സ്കൂൾ കരിക്കുലം ഗൈഡ് ചെയ്യാൻ വേണ്ടി NCERT ഇതിന് പര്യാപ്തമാവുന്നു. 1961 തന്നെ NCERT ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ കരിക്കുലത്തിന് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി NCERTക്ക് സാധിക്കണം എന്നുള്ളൊരു റെക്കമെൻഡേഷൻ കൂടി ഇവരുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓർക്കുക, കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിന് ശേഷം NCERT ക്രിയേറ്റ് ചെയ്തു എന്നല്ല. NCERT അതിന് മുമ്പുണ്ട്, 1961 കൊത്താരി കമ്മീഷൻ NCERT സ്കൂൾ കരിക്കുലത്തിന് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണം, അല്ലെങ്കിൽ ആ രീതിയിൽ സെറ്റപ്പ് ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്തത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് കൊത്താരി കമ്മീഷൻ, മറക്കരുത്. സോ കൊത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എഡ്യൂക്കേഷൻ പോളിസീസിനെ പറ്റിയാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിഫോംസിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കണം. രണ്ടാമതായിട്ട് നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ മുതലിയാർ കമ്മീഷനെ പറ്റി പറഞ്ഞു. സെക്കൻഡറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് നോക്കുക. മൂന്നാമത്തത് എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66, അത് കൊത്താരി കമ്മീഷനാണ്. ഏറ്റവും കൂടുതൽ തവണ UGC നെറ്റ് എക്സാമിനേഷന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള കമ്മീഷനാണ് കൊത്താരി കമ്മീഷൻ. ഇയറും കൊത്താരി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസും 10+2+3 റെക്കമെൻഡ് ചെയ്ത ആരാണ് തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈവൻ എഡ്യൂക്കേഷൻ ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് ഏത് കമ്മീഷൻ്റെ ടൈറ്റിലാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കൊത്താരി കമ്മീഷൻ. സോ ഇത്രയും 3 ഇമ്പോർട്ടൻറ്റ് കമ്മീഷൻസ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് ബാക്കിയുള്ള കമ്മീഷൻസിനെ പറ്റിയും ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഒക്കെ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് പാർട്ട്. എന്തുമായി ബന്ധപ്പെട്ടതാണ്? മറക്കരുത്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷണൽ റിഫോംസിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത പാർട്ടുമായിട്ട് കാണാം. ബൈ.